ഉത്തരം ചെയ്യുന്നു. അല്ലാഹുവിനെ പോലെ അവർക്ക് കഴിവുണ്ട്, പക്ഷേ അല്ലാഹു കൊടുത്ത കഴിവാണെന്നേയുള്ളൂ. ഈ നിലക്കല്ലേ പ്രചരിപ്പിക്കുന്നത്? എല്ലാം കേൾക്കുന്നവൻ, എല്ലാം കാണുന്നവൻ, അതുപോലെ തന്നെ എല്ലാം അറിയുന്നവൻ, എല്ലാത്തിനും ഉത്തരം നൽകുന്നവൻ, എല്ലാത്തിനും കഴിവുള്ളവൻ. ഇതൊക്കെ വരുമ്പോ അല്ലാഹുവല്ലാത്ത ആളുകളിൽ ഇവർ അദൃശ്യമായ കഴിവുകളെ, അദൃശ്യമായ അറിവുകളെ ആരോപിക്കുകയാണ് ഫലത്തിൽ ചെയ്യുന്നത്. മറഞ്ഞ കാര്യങ്ങൾ അള്ളാന്റെ മാത്രം അറിവിൽപ്പെട്ടതല്ലേ? അല്ലാഹ് അവനെ സംബന്ധിച്ച് തന്നെ പറഞ്ഞിട്ടില്ലേ? അലിമുൽ ഗൈബി ഫലാ യുദ്ഹിറു അലാ ഗൈബിഹി അഹദാ ഇല്ലാ മൻ ഇർതളാ മിർ റസൂൽ. മുമ്പ് ഇവിടെ പലതവണ വിശദീകരിച്ചതാണ്, അതുകൊണ്ട് ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. അമ്പിയാക്കന്മാര് പോലും അവരുടെ ജീവിതകാലത്ത് വരെ അവര് മറഞ്ഞ കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ സഹോദരന്മാരെ? ഇതൊരു ചെറിയ വിഷയമാണോ? ഇതൊരു നിസ്സാര കാര്യമാണെന്നാണോ വിചാരിച്ചത്? നിങ്ങൾ എന്താണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? മഹത്തുക്കളായ അമ്പിയാക്കൾക്ക് പോലും അവർ ജീവിച്ചിരിക്കുന്ന കാലത്ത് പോലും ആ മഹാന്മാര് മറഞ്ഞ പല കാര്യങ്ങളും അറിഞ്ഞിട്ടില്ലല്ലോ. അമ്പിയാക്കന്മാർക്ക് അല്ലാഹു അവനുദ്ദേശിക്കുന്ന കാര്യങ്ങൾ അവനുദ്ദേശിക്കുന്ന സന്ദർഭത്തിൽ അറിയിച്ചു കൊടുക്കുമ്പോ അവരറിയുന്നു എന്നതല്ലാതെ മറഞ്ഞ കാര്യം അറിയുക എന്ന ഒരു സിദ്ധി അവരിൽ തന്നെ മുമ്പേ ഊട്ടപ്പെട്ടതാണ്, പ്രകൃത്യാ നൽകപ്പെട്ടതാണ് എന്ന നിലക്കുള്ള ഒരു പ്രത്യേകമായ അവതരണങ്ങൾ ഉണ്ടാകാറുണ്ടല്ലോ. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, എത്രയോ അമ്പിയാക്കന്മാരുടെ ചരിത്രം. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം നമ്മൾ ഇവിടെ തന്നെ പറഞ്ഞിട്ടില്ലേ? മഹാനായ ഖലീലുള്ളയുടെ അടുത്തേക്കതാ അതിഥികൾ കയറി വരുന്നു. മനുഷ്യവേഷത്തിലാണ്. മനുഷ്യവേഷത്തിൽ കയറി വന്നപ്പോ ഇബ്രാഹിം അലൈഹിസ്സലാം അല്ലാഹുവിന്റെ ഖലീലല്ലേ? അറിഞ്ഞോ ഈ വന്നത് മലക്കുകളാണ്, വേഷം മാറി വന്നതാണെന്ന് അറിഞ്ഞില്ല. തന്റെ വീട്ടിലേക്ക് വന്ന അതിഥികളാണെന്ന് ആ ഒരൊറ്റ ധാരണയിലതാ ഉടനെ ഭക്ഷണം തയ്യാറാക്കുന്നു. വന്ന വിരുന്നുകാർക്ക് മുമ്പിൽ കൊണ്ടുപോയി വെച്ചു കൊടുക്കുന്നു, തിന്നാൻ ആവശ്യപ്പെടുന്നു. അവരുടെ കൈകൾ അതിലേക്ക് നീളുന്നില്ല, കൈകൾ നീളുന്നില്ല. അപ്പോഴാണ് ഇബ്രാഹിം അലൈഹിസ്സലാം ഭയത്തോടുകൂടെ ചോദിക്കുകയാണ്, എന്താ നിങ്ങൾ തിന്നാത്തത്? അപ്പോഴല്ലേ അവര് പറയുന്നത്, ഞങ്ങൾ മനുഷ്യരല്ല, ഞങ്ങൾ ഇതാ ഒരു നാട്ടിലേക്ക് നിയുക്തരായ അല്ലാഹുവിന്റെ റസൂലുകളാണ്, അഥവാ മലക്കുകളാണ് എന്ന നിലക്ക് സംസാരിച്ചപ്പോഴല്ലേ ഇബ്രാഹിം അലൈഹിസ്സലാമിന് കാര്യം മനസ്സിലാകുന്നത്. എന്തേ അതിനെ സംബന്ധിച്ചുള്ള പരാമർശങ്ങൾ പറയുമ്പോഴും പറയപ്പെടാത്തതെന്ത്? ഇബ്രാഹിം അലൈഹിസ്സലാമിന് വന്നവരുടെ മനസ്സറിഞ്ഞോ? വന്നത് മലക്കുകളാണെന്നറിഞ്ഞോ? പറയുന്നതിന്റെ വിശദീകരിക്കുന്നതിന്റെ മുമ്പ് അറിഞ്ഞോ? എത്ര സംഭവങ്ങളുണ്ട് നിങ്ങൾ നോക്കൂ. ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ജീവിതത്തിൽ, അതുപോലെ തന്നെ ഇസ്മായിൽ അലൈഹിസ്സലാമിന്റെ ജീവിതത്തിൽ സംഭവിച്ച ഏറ്റവും വലിയ ഒരു പരീക്ഷണമാണ്, ഒരു ത്യാഗമാണ്. കഴിഞ്ഞ ബലിപെരുന്നാൾ അടക്കമുള്ള സന്ദർഭങ്ങളിൽ ഉലൂഹിയത്ത് അറുത്തപ്പോ നമ്മൾ ഓർത്തു കഴിഞ്ഞു, നമ്മൾ സ്മരിച്ചു കഴിഞ്ഞു ആ ചരിത്രം. ഉലൂഹിയത്തുമായി ബന്ധപ്പെട്ട ചരിത്രം നമ്മൾ മനസ്സിലാക്കി. വാപ്പയോട് അല്ലാഹുവിന്റെ കൽപ്പന, ഇബ്രാഹിം അലൈഹിസ്സലാമിനോട് കൽപ്പന സ്വപ്നത്തിലാണെന്ന വ്യത്യാസമേ ഉള്ളൂ. അമ്പിയാക്കന്മാരുടെ സ്വപ്നവും വഹയി തന്നെ. അതുകൊണ്ട് ആ സ്വപ്നത്തിൽ കേട്ട നിർദ്ദേശം മോനോട് പറയുകയാണ്, മോനെ നിന്നെ അറുക്കണമെന്ന് കൽപ്പനയുണ്ട് മോനെ എന്നിങ്ങനെ വിശദീകരിച്ചപ്പോ ആ സംഭവം പരത്തി പറയേണ്ടതില്ല. ഇസ്മായിൽ അലൈഹിസ്സലാം ആ പിതാവിനോട് പറഞ്ഞതെന്താണ്? ഞാൻ സ്വീകരിക്കാൻ സന്നദ്ധനാണ്. അതുപോലെ തന്നെ ആ നിലക്ക് തന്നെ പ്രവർത്തിക്കാൻ വേണ്ടി കത്തിയും കയറുമായി മിനായുടെ മലമടക്കുകളിലേക്ക് ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബിയും പോയില്ലേ? ആ പോക്കിൽ ത്യാഗമുണ്ടോ? നിങ്ങളൊന്ന് ചിന്തിക്കൂ. ആ പോക്കിൽ ത്യാഗമുണ്ടോ? ത്യാഗമുണ്ടെന്നാ മുസ്ലിമീങ്ങൾ പറയുന്നത്. എന്തേ കാരണം? ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് അറിയില്ല എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന്. പക്ഷേ ഇവിടെ പ്രസംഗിച്ച മുസ്ലിയാരടക്കമുള്ള ആളുകളുടെ വിശ്വാസപ്രകാരം എന്താണ് സംഭവിച്ചത്? അതിലൊരു ത്യാഗവും ഇല്ലല്ലോ. കാരണം എന്താണ്? ഇബ്രാഹിം നബിക്ക് അറിയാം എന്താ സംഭവിക്കാൻ പോകുന്നത്. ഇസ്മായിൽ അലൈഹിസ്സലാമിനും അറിയാം എന്താണ് സംഭവിക്കാൻ പോകുന്നത്. ആ ഒരു പ്രത്യേകമായ ഘട്ടത്തിൽ എന്ത് സംഭവിക്കുമെന്ന് അറിയാത്തപ്പോഴല്ലേ അതിലൊരു ത്യാഗമുള്ളത്.
അതല്ലെങ്കിൽ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ഞാൻ എന്തിനാ പ്രയാസപ്പെടുന്നത്? ഇത് അള്ളാഹു എന്നോട് കൽപ്പിച്ചതാണ്. ഇനിയിപ്പോ ഞാൻ എൻ്റെ മകന്റെ കയ്യും പിടിച്ചിട്ട് മിനായിൽ പോയിട്ട് അറുക്കാൻ ഒരുങ്ങുമ്പോ അള്ളാഹ് എന്നോട് പറയും, അറുക്കൊന്നും വേണ്ട ഇബ്രാഹിമേ, ഖദ് സദ്ദഖ്ത റുഇയാ, സ്വപ്നം നീ സാക്ഷാത്കരിച്ചിരിക്കുന്നു എന്ന് പറയും എന്ന് ഇബ്രാഹിം അലൈഹിസ്സലാമിന് അറിവുണ്ടായിരുന്നുവെങ്കിൽ ഈ പ്രവൃത്തിയിൽ എന്ത് ത്യാഗമാണുള്ളത് സഹോദരന്മാരെ. അപ്പൊ ആ രണ്ട് നബിമാർക്കും മറഞ്ഞ കാര്യം അറിയില്ലെന്ന് വന്നാലല്ലേ അതിൽ ഒരു ത്യാഗമുള്ളൂ. അറിയും എന്ന് വന്നാൽ എന്താണ് അതിന്റെ അർത്ഥം? അതൊരു നാടകമായി പോവില്ലേ? ഇബ്രാഹിം നബിക്കും അറിയാം, ഇസ്മായിൽ അലൈഹിസ്സലാമിനും അറിയാം, ഹാജറ ബീവിക്കും അറിയാം എന്ത് ഒന്നും നടക്കാൻ പോകുന്നില്ല, അതൊക്കെ ഒരു ആടിനെ ഇറക്കുന്നതോടുകൂടി എല്ലാം അങ്ങ് ഖലാസായി പോകുമെന്ന് ആ മഹത്തുക്കൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നുവെങ്കിൽ ആ സംഭവത്തിൽ എന്ത് ത്യാഗമാണുള്ളത്, നമ്മൾ അതൊന്ന് പ്രത്യേകമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി നിങ്ങൾ ചിന്തിച്ചു നോക്കൂ സഹോദരന്മാരെ, അതൊക്കെ ഒരുപാട് വിശദീകരിക്കാൻ